നമസ്കാരം. ACV ന്യൂസിൻ്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് തിരുവനന്തപുരം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDFിലെ ഘടകകക്ഷിയായ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ശ്രീ ആൻ്റണി രാജു. സ്വാഗതം ശ്രീ ആൻ്റണി രാജു. ഒടുവിൽ LDFിലേക്ക് പ്രവേശിച്ചതോടുകൂടി ഒരു ലോട്ടറി അടിച്ച ഫലം തന്നെ കിട്ടിയിരിക്കുകയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2006 വരെ 2010 വരെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. അതിനുശേഷം പ്രത്യേക സാഹചര്യത്തിൽ കേരള കോൺഗ്രസുകളുടെ ഐക്യം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് കേരള കോൺഗ്രസ് തമ്മിൽ യോജിക്കാനിടയായത്. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ UDFിലേക്ക് പോയത്. അതിനുശേഷം ഞങ്ങൾ മാറാനിടയായ സാഹചര്യം ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം കേരളത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് എമ്മിനെ നയിക്കുന്ന ശ്രീ കെ എം ഉൾപ്പെടെ നേതാക്കന്മാർ ഈ പാർട്ടിയെ BJPയുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തി. പത്തനംതിട്ട ജില്ലയിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ പ്രസിഡന്റ് രേഖാമൂലം വിപ്പ് കൊടുത്തു BJPക്ക് വോട്ട് ചെയ്യാൻ. അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തുന്നത് പാട്ടായി. അമിത്ഷാ കേരളത്തിൽ വരുമ്പോൾ കാണും, ചർച്ച നടത്തുമെന്ന് ശ്രീ കെ മാണി പറഞ്ഞു. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി BJPയിലേക്ക് നയിക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു രഹസ്യ അജണ്ട നടക്കുന്നത് വ്യക്തമായ സൂചന കിട്ടിയപ്പോൾ ഇനി ആ പാർട്ടിയിൽ തുടരുന്നത് ശരിയില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ മാറി അങ്ങ് ചോദിച്ചല്ലോ ലോട്ടറി അടിച്ചെന്ന്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ KC ജോസഫിനും ഫ്രാൻസിസ് ജോർജിനും എനിക്കും ഉറപ്പുള്ള സീറ്റുകൾ അപ്പുറത്ത് വാഗ്ദാനം മാസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ഞങ്ങൾക്ക് സീറ്റുകൾ മത്സരിക്കാനുണ്ട്. ഡോക്ടർ KC ജോസഫിന് കുട്ടനാട്, എനിക്ക് ഉറച്ചൊരു സീറ്റ് കുണ്ട്ര ഉൾപ്പെടെയുള്ള ഏതെങ്കിലും തെക്കൻ മേഖലയിലൊരു സീറ്റ്, ഫ്രാൻസിസ് ജോർജിന് വേണമെങ്കിൽ കോതമംഗലം സിറ്റിംഗ് സീറ്റ് വരെ കൊടുക്കാം. 3 സീറ്റുകൾ ഞങ്ങൾക്ക് ഓഫർ ചെയ്തതാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സീറ്റുകൾ, വിജയസാധ്യതയുള്ള സീറ്റുകൾ ഓഫർ ചെയ്തതിന് ശേഷം അത് വേണ്ട എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായ നിലപാടുകൾ എടുത്തുകൊണ്ട്, അതായത് ഒരു മതേതര പ്രസ്ഥാനത്തെ വർഗീയ ശക്തികളുടെ കൈകളിലേക്ക് എത്തിക്കാൻ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നുണ്ട് ബോധ്യപ്പെട്ടപ്പോൾ സീറ്റുകളെക്കാളും വലുതാണ് മതേതരത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ള ഞങ്ങളുടെ നിലപാട് എടുത്തുകൊണ്ട് പുറത്തു വന്നപ്പോൾ അതിന് കിട്ടിയൊരു അംഗീകാരമാണ് ഞങ്ങൾക്ക് കിട്ടിയ 4 സീറ്റുകൾ. പക്ഷേ ഇതിനകത്ത് ഒരുപക്ഷെ സാധാരണ ജനം മനസ്സിലാക്കുന്ന എന്താണ്, മറുപക്ഷത്ത് നിങ്ങൾ ഇതുവരെ നിന്ന മുന്നണിക്കകത്ത് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ മറുകണ്ഠം ചാടി എന്നല്ലേ പ്രതീക്ഷിക്കുന്നത്? അല്ല, അതെനിക്ക് തോന്നുന്നു ഈ കേരള രാഷ്ട്രീയത്തിലെ നടന്ന സംഭവ വികാസങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തവർക്ക് മാത്രമേ അങ്ങനെ ഞാനൊരു സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്നു. അല്ലെ, സാധാരണക്കാരൊക്കെ ഇപ്പൊ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ എല്ലാ ദിവസവും കാണുന്നവരില്ലേ? എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഒന്ന് ശ്രീ കെ എം മാണി, ശ്രീ PJ ജോസഫ് ഇവരൊക്കെ ഞങ്ങൾ നിലപാടെടുത്ത് പുറത്തു വരുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു, ആന്റണി രാജുവിനും ഫ്രാൻസിസ് ജോർജിനും ഉറച്ച സീറ്റുകൾ ഞങ്ങൾക്ക് നൽകും, അതിന് തീരുമാനമുണ്ട്, ഉറപ്പായി നൽകിയിരിക്കും, അവർ നിയമസഭയിൽ വരാൻ യോഗ്യരാണ്, ഉറപ്പായി സീറ്റ് ഉണ്ടാകും. അപ്പോൾ സീറ്റിൻ്റെ പേരിലാണ് ഞങ്ങൾ മാറിയതെങ്കിൽ സീറ്റ് ചർച്ച പൂർത്തിയായതിനു ശേഷം സുരേന്ദ്രൻപിള്ളയ്ക്ക് സീറ്റ് കിട്ടാതെ മാറിയതുപോലെ അപ്പം മാറണമായിരുന്നു. ഞങ്ങൾ നിലപാടെടുത്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റുകൾ ഓഫർ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ KC ജോസഫ് എന്തിനു മാറി? അദ്ദേഹത്തിന് കുട്ടനാട് സീറ്റ് പ്രഖ്യാപിച്ചാണല്ലോ. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ എതിരാളികളുടെ വാദം മാത്രം. ഈ സാധാരണക്കാരൻ പത്രം വായിക്കുകയും ദൃശ്യമാധ്യമങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പറയും. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ് കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരള കോൺഗ്രസിനെ കുറിച്ച് പഠിച്ച് പഠിക്കുന്നവൻ്റെ തല വട്ടളകുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എത്ര പ്രാവശ്യം ഇതിങ്ങനെ മാറി പിളർന്ന് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാധാരണ ജനം ഇങ്ങനെ ചിന്തിക്കത്തില്ലേ എന്ന് ഞാൻ ചോദിച്ചത്. വ്യത്യസ്തമായൊരു കേരള കോൺഗ്രസ് പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി. മാത്രമല്ല, കേരള കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിന് വേണ്ടി MLA-മാരെ എണ്ണം പറഞ്ഞ് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പിളർപ്പുകളാണ് ഇന്ന് വരെ കേരള കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു MLA പോലും ഇല്ലാതെ, മന്ത്രി കസേരയുടെയോ മറ്റോ പേരിലല്ലാതെ ഒരു ഒരു വിഷയത്തിൻ്റെ പേരിൽ, ഒരു നയത്തിൻ്റെ പേരിൽ, ഒരു നിലപാടിൻ്റെ പേരിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് ഒരു മുന്നണി വിടുന്നത്, പാർട്ടി വിടുന്നത് ഈ കേരള കോൺഗ്രസ് പാർട്ടികളുടെ പിന്നിപ്പിൽ ആദ്യത്തെ സംഭവമാണ്. പക്ഷേ ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്ന 4 മണ്ഡലങ്ങളും വളരെ ശക്തമായ മണ്ഡലങ്ങൾ തന്നെയാണ്. നല്ല മത്സരം കാഴ്ചവെക്കാവുന്ന മണ്ഡലങ്ങൾ തന്നെ, നല്ല വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് കിട്ടിയിരിക്കുന്ന 4. പക്ഷേ ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്തെ നമ്മൾ ഒന്നുകൂടെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം താങ്കൾ മത്സരിക്കുന്ന മണ്ഡലം, ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഇത്രയും കാലം നമുക്കറിയാം, സുരേന്ദ്രൻപിള്ള സീറ്റ് കിട്ടാഞ്ഞ് മറുപക്ഷത്തേക്ക് മാറുകയും ചെയ്തു. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി നമ്മൾ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല,
സ്ഥാനാർത്ഥി പോലും വിചാരിക്കാതെ തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ശ്രീശാന്തിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. BJP വോട്ട് പിടിക്കില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? BJPക്ക് ഇവിടെ നല്ല അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ഏറ്റവും ഒടുവിലാണ് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 27 വാർഡുകളാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോർപ്പറേഷനിലുള്ളത്. ഈ മണ്ഡലത്തിൽ 11 വാർഡുകളിൽ LDF, 10 വാർഡുകളിൽ BJP, 6 വാർഡുകളിൽ UDF. UDF വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ BJP കയറിയിട്ടുണ്ടല്ലോ. അതെ, BJP യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ മനസ്സിലാക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയുമായിട്ടുള്ളൊരു പോരാട്ടമായിട്ടാണ് ഇപ്പോൾ മാറാൻ പോകുന്നത്. അങ്ങനെ ശക്തമായ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് LDFും BJPയുമാണ്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിലേക്ക് പോലും കാര്യമായി വന്നിട്ടില്ല. അല്പം ചിലയിടത്ത് ചില ചെവിരെഴുത്തുകൾ ആരെയോ കൊണ്ട് നടത്തി എന്നുള്ളത് ഒഴിച്ചാൽ പ്രവർത്തന മേഖലയിലേക്ക് അവർക്ക് ഇതുവരെ ശക്തമായി രംഗത്തിറങ്ങാൻ, അടിത്തറ കമ്മിറ്റികൾ ഉണ്ടാക്കി ഫോം ചെയ്തു വരാൻ അതിപ്പോൾ LDFനും BJPക്കും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അവസാനം കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ LDFും BJPയുമായിട്ടൊരു മത്സരമായിട്ട് മാറും. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ചിത്രം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അങ്ങനെ വരാനാണ് സാധ്യത. പക്ഷെ നമ്മൾ മുമ്പ് പറയാറുണ്ട്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലമല്ല പലപ്പോഴും നിയമസഭയിലേക്കും പിന്നെ ലോക്സഭയിലേക്കും കാണുക എന്ന് പറയാറുണ്ട്. കുറേയൊക്കെ അങ്ങനെ ശരിയാണ്. പക്ഷേ അല്ല, ഇപ്പോൾ നമ്മൾ BJP ഇവിടെ നല്ല വോട്ട് പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. BJP എപ്പോഴൊക്കെ ശക്തമായി വോട്ട് പിടിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇവിടെ LDF ജയിച്ചിട്ടുമുണ്ട്. BJP വോട്ട് മറിച്ച് കോൺഗ്രസിന് കൊടുത്ത ഘട്ടത്തിൽ, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി ഇടാതെ മാറി നിന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇവിടെ ഈ അടുത്ത കാലങ്ങളിൽ UDF ജയിച്ചിട്ടുള്ളത്. ഇത്തവണ അതുകൊണ്ട് തന്നെ BJP കേന്ദ്രത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ കേന്ദ്രം പ്രഖ്യാപിച്ച കേരളത്തിലെ ഏക സ്ഥാനാർത്ഥി. അപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ള ഒരു 5 ദിവസത്തെ പര്യടനം ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ മണ്ഡലത്തിൽ. നരേന്ദ്രമോദി ഏതാണ്ട് 3 പൊതുയോഗങ്ങൾക്ക് ഡേറ്റ് കൊടുക്കുന്നതാണ് കേട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദേശീയ നേതൃത്വം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലം എന്നുള്ളതിലേക്ക്, RSSൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി വരാൻ പോകുന്ന മണ്ഡലം എന്നുള്ളതിലേക്ക്, വന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളതിലേക്ക് ഇവിടെ LDFും BJPയുമായിട്ടുള്ളൊരു മത്സരമായിരിക്കും അവസാന നാളുകളിലേക്ക് വരുമ്പോൾ നടക്കാൻ പോകുന്നത്. പക്ഷേ തൊട്ടടുത്ത് അവരുടെ പാർട്ടി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മത്സരിക്കുകയാണ് വട്ടിയൂർക്കാവിൽ. അപ്പോൾ പ്രവർത്തകർ കൂടുതലും അങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കത്തില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ മണ്ഡലം കുമ്മനം രാജശേഖരൻ്റെ പ്രഖ്യാപനം പോലും തിരുവനന്തപുരത്ത് നടത്തിയത്, ശ്രീശാന്തിൻ്റെ പ്രഖ്യാപനം ഡൽഹിയിലാണ് നടന്നത്. ഒരു കേന്ദ്ര മന്ത്രി, BJPയുടെ ചാർജുള്ള കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ച ഏക മണ്ഡലം ഇതാ. അപ്പോൾ BJP വളരെ പ്രസ്റ്റീജ് എടുത്തിരിക്കുന്ന ഒരു മണ്ഡലം ഇതാണെന്ന്. കുറേ കാലം അവർ സുരേഷ് ഗോപിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഏറ്റവും നല്ല പോരാട്ടം നടത്തണമെന്നും അവർക്ക് കുറേയധികം വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ചുകൊണ്ട് കുറേ കൂടി ഫോഴ്സ്ഫുള്ളായിട്ട് മത്സരരംഗത്തേക്ക് വേണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ ശ്രീശാന്ത് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് താരമാണ്. പക്ഷേ ഇത് ക്രിക്കറ്റ് കളി അല്ലല്ലോ, ഇത് രാഷ്ട്രീയമല്ലേ. പക്ഷേ ക്രിക്കറ്റ് കളി അല്ല എന്ന് പറയുമ്പോഴും നമ്മൾ നോക്കണം, എപ്പോഴും ഓരോ മണ്ഡലത്തിൽ നോക്കിക്കഴിഞ്ഞാലും പുതുതലമുറയുടെ പുതിയ വോട്ടുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ശ്രീശാന്തിന് എത്രത്തോളം പോകും എന്നുള്ള കാര്യം കൂടി നമ്മൾ അല്ല, പുതിയ തലമുറയെ രാഷ്ട്രീയമായും ക്രിക്കറ്റായും കാണാൻ നല്ലവണ്ണം വിലയിരുത്തി അതിന്റെ രണ്ട് വശങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പുതിയ തലമുറയെ കുറിച്ച് അങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നാളെ ക്രിക്കറ്റ് കളി മത്സരത്തിന് ശ്രീശാന്തോട് ഇറങ്ങാനുള്ള അവസ്ഥ എന്തായിരിക്കും? അത് തന്നെയായിരിക്കും ശ്രീശാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയുള്ള അവസ്ഥ. അപ്പോൾ പുതുതലമുറയുടെ വോട്ട് അങ്ങനെ കിട്ടണമെന്നില്ല എന്നാണ്. ഇല്ല, പുതിയ തലമുറ കുറെ കൂടി രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നന്നായിട്ട് വിലയിരുത്താനും അപഗ്രഥിക്കാനും കഴിയുന്ന ഒരു തലമുറയാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാനും രാഷ്ട്രീയത്തെ കളിയായിട്ട് കാണാനും അവർ തയ്യാറാകില്ല. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ അവരെടുക്കും.